ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോണത് വളരെ ദുഃഖകരമായ, വളരെ വിഷമകരമായുള്ള ഒരു സംഭവമാണ് പറയാൻ പോണത്. നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിൻ്റെ അമ്മ മരിച്ചു. അപ്പോൾ ആ ഒരു സങ്കടം, വിഷമം, കവിയൂർ പൊന്നമ്മ മരിക്കുന്നതിന് മുമ്പ് മോഹൻലാലിൻ്റെ അമ്മ മരിച്ചു. മോഹൻലാലിൻ്റെ ബ്രദർ മരിച്ചു, അതുപോലെ തന്നെ അച്ഛൻ മരിച്ചു, അതുപോലെ ഇപ്പോൾ മോഹൻലാലിൻ്റെ അമ്മയും മരിച്ചു. മോഹൻലാലിൻ്റെ ദുഃഖത്തിൽ കേരളത്തിലെ എല്ലാ ജനങ്ങളും ദുഃഖത്തിൽ പങ്കുചേരുന്നു. ആ കുടുംബത്തോടുകൂടി ഈ ജനങ്ങളെല്ലാവരും പങ്കുചേരുന്നു. അപ്പോൾ ആ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ എന്താണ് യഥാർത്ഥ കഥ എന്ന് പറഞ്ഞാൽ അത് വളരെ രസകരമാണ്. മോഹൻലാലിനോട് ദേശാഭിമാനിക്കും ഈ ഇടതുപക്ഷ സർക്കാരിനും എന്താണ് ഇത്രയും വലിയ കണ്ണുകടി, ഇത്രയും വലിയ അവർ തമ്മിലുള്ള എന്താണ് ഇത്ര വലിയ പ്രശ്നം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മമ്മൂട്ടിയാണ് ദേശാഭിമാനിയുടെയും കൈരളിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും ആള്. മോഹൻലാൽ ഇനി രാഷ്ട്രീയം ഇല്ലാത്ത വ്യക്തിയാണ്. മോഹൻലാൽ ഇന്നവരെ വോട്ട് ചെയ്യാത്ത വ്യക്തിയാണ്. അതുകൊണ്ടാണോ മോഹൻലാലിനോട് ഈ കണ്ണുകടി? ആ പാവം മനുഷ്യൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അദ്ദേഹം ഒരു ദേശാഭിമാനിയിൽ ഇന്നലെ ഒരു ആർട്ടിക്കിൾ എഴുതിയത് അദ്ദേഹം നേരിട്ട് സത്യസന്ധമായി ആത്മാർത്ഥമായി കവിയൂർ പൊന്നമ്മയുടെ മരണത്തിനെ കുറിച്ച് ഒരു അനുശോചന കുറിപ്പാണ് എഴുതിയത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മളെല്ലാവരും കണ്ടതാണ്. എത്ര മനോഹരമായിട്ട്, എത്ര ഹൃദയസ്പർശിയാണ് നമ്മുടെ കവിയൂർ പൊന്നമ്മയും മോഹൻലാലും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. അതേപോലെ തന്നെ ദേശാഭിമാനിയിൽ അദ്ദേഹം ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിനെ വികലമായ രീതിയിൽ ദേശാഭിമാനിയുടെ പത്രാധിപർ തിരുത്തി എന്തൊക്കെയോ ചെയ്ത് വികലമായ രീതിയിലാക്കി. അത് വായിച്ചാൽ നിങ്ങൾക്കറിയാം. ഞാൻ അതിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. അതിൽ എഴുതി നോക്കണം എന്താണ്, എൻ്റെ അമ്മ, എൻ്റെ യഥാർത്ഥ അമ്മ ശാന്തമ്മ വളരെ മുമ്പ് മരിച്ചു. എൻ്റെ സിനിമയിലെ അമ്മ, എന്നെ പ്രസവിക്കാത്ത എൻ്റെ അമ്മ ഇപ്പം മരിച്ചു. അതുകൊണ്ട് ഞാൻ വളരെയധികം ദുഃഖിതനാണ്. ഇങ്ങനെ തുടങ്ങുന്നു വാക്കുകൾ. മോഹൻലാലിൻ്റെ അമ്മ തിരുവനന്തപുരത്തായിരിക്കുമ്പോൾ ഒരു സ്ട്രോക്ക് വന്നു. മാതാ അമൃതാനന്ദമയിയായിട്ട് അദ്ദേഹത്തിനുള്ള ബന്ധം വെച്ച് അദ്ദേഹം ഈ ചികിത്സ മുഴുവൻ ഈ കൊച്ചിയിലാക്കി, എറണാകുളത്താക്കി. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയി വരാനുള്ള ബുദ്ധിമുട്ടും മോഹൻലാലിനിപ്പോൾ വരാനുള്ള വിഷമങ്ങളും കാരണം മനോഹരമായുള്ളൊരു വീട് എറണാകുളത്ത് അദ്ദേഹം വാങ്ങിച്ചു. അമ്മയുടെ ചികിത്സ നടത്തി. ഒരു മകൻ്റെ എല്ലാ കടമകളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു സൂപ്പർ സ്റ്റാറായിട്ടല്ല, സ്വന്തം അമ്മയോട് അത്രയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് മോഹൻലാൽ. എന്നിട്ട് അവിടെ വീട് വാങ്ങിച്ചു. എന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ മാസത്തിലാണെന്നുണ്ട് അമ്മയുടെ പിറന്നാൾ നടന്നത്. ആ പിറന്നാൾ ആഘോഷിക്കാൻ മോഹൻലാലിൻ്റെ ഭാര്യയും മോളും മകനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അത് ആഘോഷിച്ച് കഴിയുന്ന നേരത്തിന് മോഹൻലാലിന് ഒരു പനി വന്നു. അവിടെ നിന്നാണ് മോഹൻലാൽ ഹോസ്പിറ്റലിൽ ഒരു 5-6 ദിവസം കിടന്നത്. അപ്പോൾ അമ്മയുടെ പിറന്നാളൊക്കെ ഫേസ്ബുക്കിൽ അദ്ദേഹം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു അമ്മ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ദേശാഭിമാനി ഒരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അത് എന്ത് തെമ്മാടിത്തരാണ്, എന്താണ് ഇതിൻ്റെ ഒരു അവരുടെ മനസ്സിൽ എന്താണ് ഈ പത്രാധിപർ എന്ത് കണ്ടിട്ട് അത് എഴുതിയത് നമുക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മുടെ സമൂഹത്തിനോട് വളരെയധികം ആഴ്ന്നിറങ്ങി കിടക്കുന്നതാണ് ഈ പത്രങ്ങൾ. ആ പത്രങ്ങളിൽ വായിക്കുന്നതൊക്കെ നമ്മൾ വിശ്വസിക്കും. അപ്പോൾ അങ്ങനെ ഈ ദേശാഭിമാനി പത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാർട്ടിക്കാരെ വീട്ടിലും അവർ ഫ്രീ ആയിട്ടും വെറുതെയും കാശിനും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ജനങ്ങളത് വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ വായിക്കുന്നവർ ഈ മണ്ടത്തരം കേട്ട് ചിരിക്കുക എന്നല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? മോഹൻലാലിൻ്റെ അമ്മ മരിച്ചോ എന്ന് വരെ ചിന്തിച്ചവരുണ്ട്. മോഹൻലാലിൻ്റെ അമ്മേനെ കുറിച്ച് ഇപ്പോൾ കുറേ കാലമായിട്ട് ഒരു റിപ്പോർട്ടും പുറത്ത് വരാറില്ല. അതുകൊണ്ട് മുൻപ് മരിച്ചിട്ടുണ്ടാവുമോ എന്ന് പലരും തെറ്റിദ്ധരിച്ചാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മോഹൻലാൽ അമ്മയുടെ കാര്യങ്ങളൊന്നും പുറത്തു വിടാറില്ല. ഇപ്പം അടുത്താണ് പുറത്തു വിട്ടത്. അമ്മേരെ പിറന്നാളാണെന്നും അമ്മേരൊക്കെ ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ഇടയ്ക്ക് ഓർമ്മേരെ പ്രശ്നങ്ങളുണ്ട്, ഞാൻ ഇപ്പോൾ എറണാകുളത്ത് മാത്രമേ വരുന്നുള്ളൂ, തിരുവനന്തപുരത്ത് ഞാൻ പോകുന്നില്ല, അമ്മ ഇവിടെയായ കാരണം ഞാൻ ഇവിടെ നിന്ന് വരുന്നത്. അമ്മയോടുള്ള സ്നേഹമൊക്കെ ഒരുപാട് മൂപ്പര് പങ്കുവെച്ചുകൊണ്ടാണ് അന്ന് മൂപ്പര് പത്രക്കാരെ കണ്ടത്. അതിൽ നിന്നെല്ലാം തകടം മറിഞ്ഞ് മൂപ്പര് അമ്മ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ അമ്മയും മരിച്ചു, രണ്ടാമത്തെ സിനിമയിലത്തെ അമ്മയും മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റിപ്പോർട്ട് കൊടുക്കാനായിട്ട് ദേശാഭിമാനിക്ക് എന്ത് തോന്നി, എങ്ങനെ തോന്നി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് പ്രശ്നമായി എന്ന് കണ്ടപ്പോൾ പിന്നെ ഒരു തിരുത്ത് കൊടുത്തു.
തിരുത്തി കൊടുത്തത് അതിനേക്കാളും വലിയ തമാശ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു ലേഖനത്തിൽ ചില പെശകുകൾ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് പത്രാധിപരായ ഞങ്ങൾ ഖേദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ലേഖനത്തിലല്ല, മോഹൻലാൽ എഴുതിയ ലേഖനത്തിൽ നമ്മൾക്കൊരു തെറ്റുപറ്റി, പത്രാധിപർക്കൊരു തെറ്റുപറ്റി, അത് എഡിറ്റ് ചെയ്ത ആൾക്ക് തെറ്റുപറ്റി, അത് പ്രസ്സിൽ കയറ്റിയ ആൾക്ക് തെറ്റുപറ്റി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഖേദിക്കുന്നു എന്ന് പറയുന്നതിന് പകരം ഏതോ ഒരു ലേഖനത്തിൽ, അതിപ്പോൾ മോഹൻലാലിൻ്റെ ലേഖനമെന്ന് പ്രത്യേകിച്ച് എഴുതിയാലല്ലേ പൊതുജനം അറിയുള്ളൂ. എന്തോരം ലേഖനങ്ങൾ ഈ അമ്പലത്തിൽ കിടക്കുന്നു, എത്ര ആൾക്കാരെ പ്രസ്താവന വരുന്നു, ഇതൊന്നും കണക്കിലെടുക്കാണ്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു വമ്പും തുമ്പൊക്കെ തിരിച്ചറിയൂ. മോഹൻലാലിനപ്പോൾ 2 ഇരുട്ടടിയാണ് കിട്ടിയത്. ഒന്ന്, ഒരു നല്ലൊരു ലേഖനം ദേശാഭിമാനിയിൽ വരട്ടെ എന്ന് കരുതി കൊടുത്തു, അത് നേരെ തിരിച്ചടിയായി. ആദ്യത്തെ അമ്മ യഥാർത്ഥ 10 മാസം നൊന്ത് പെറ്റ അമ്മേനെ കൊന്നു. ലാസ്റ്റ് എന്തുണ്ടായി? സിനിമയിലെ അമ്മയെപ്പോലെ തന്നെ സ്നേഹിച്ച പൊന്നമ്മ ചേച്ചി മരിച്ചതിൻ്റെ വിഷമം അത് വേറെ. അപ്പോൾ ഈ 2 കാര്യങ്ങളിലും ഇത്രയും ഇതിനു മുമ്പും ശ്രീനിവാസനെ പത്രക്കാർ കൊന്നിട്ടുണ്ട്, സോഷ്യൽ മീഡിയ കൊന്നിട്ടുണ്ട്, പലരും ഇതുപോലെ മരിച്ചു എന്ന് പറഞ്ഞ് റിപ്പോർട്ടിട്ടുണ്ട്. പക്ഷെ വേറൊരു ഉപകാരം ഉണ്ടായതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ഇട്ടാൽ പിന്നെ അവരൊരു 10-50 കൊല്ലം കൂടി ഇനി ജീവിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ഉർവശി ശാപം ഉപകാരമായി എന്ന് കരുതിക്കൊണ്ട് നമുക്ക് സന്തോഷിക്കാം. മോഹൻലാലിൻ്റെ അമ്മ എത്രയും കാലം ജീവിച്ചിരിക്കട്ടെ, അതാണ് നമ്മൾക്ക് ആവശ്യം. നമുക്ക് ആ അമ്മയുടെ പ്രാർത്ഥനയാണല്ലോ മോഹൻലാൽ ഇപ്പോഴും ഒരു കുഴപ്പം പറ്റാണ്ട്, ഒരു അപകടം പറ്റാണ്ട് ഇപ്പോഴും സിനിമാ ഫീൽഡിൽ സിനിമേനെ നിയന്ത്രിക്കുന്ന നടനായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് അഭിമാനിക്കാം. അമ്മയുടെ പ്രാർത്ഥന എന്നും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. അതെന്നും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഇത്രയല്ലേ നമുക്ക് പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിൻ്റെ വെട്ടിത്തിരുത്തലുകളില്ലാണ്ട് ഡൽഹിയിലെ വനിതാ കമ്മീഷന് കൊടുക്കാൻ പറഞ്ഞിട്ട് അവിടുന്ന് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. 10-ാം തീയതി അവിടെ കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് അതവിടെ കൊടുത്തു. പക്ഷേ അവർക്ക് കിട്ടിയ റിപ്പോർട്ടിൽ വളരെ വെട്ടിയും തിരുത്തലും അതുപോലെ തന്നെ പല പേജുകളും മിസ്സായിട്ടുണ്ട്. മുഴുവൻ ഇവർ കൊടുത്തിട്ടില്ല. ഇത് കണ്ട ദേശീയ വനിതാ കമ്മീഷൻ എന്തുണ്ടായി? ഇതിൻ്റെ യഥാർത്ഥം അറിയാനെങ്കിൽ നേരിട്ട് ഇവിടെ വരണം, ഇവിടെ വന്നാൽ നേരിട്ട് ഈ ഇരകളെ കാണണം, ഇരകളെ കണ്ടിട്ട് നേരിട്ട് ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിന് വീണ്ടും ഒരു തിരിച്ചടി കൊടുത്തുകൊണ്ട് ദേശീയ വനിതാ കമ്മീഷൻ കേരളത്തിലേക്ക് വരുന്നു. ഒരു തട്ടിപ്പും നടക്കില്ല മിസ്റ്റർ. ആരൊക്കെയാണോ ഈ ഇതൊക്കെ പൂഴ്ത്തി വയ്ക്കാൻ നിശ്ചയിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ തിരിച്ചടി കൊടുത്തുകൊണ്ട് ദേശീയ വനിതാ കമ്മീഷൻ നേരിട്ടെത്തുന്നു. അതുപോലെ തന്നെ സിദ്ദിഖ് എന്ന് പറഞ്ഞ നടന് അസല് പണിയാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാ തെളിവും മൂപ്പർക്ക് എതിരാണ്. ആ പെൺകുട്ടി ആ ഹോട്ടലിൽ വന്നതിന് തെളിവുണ്ട്, അവരൊരുമിച്ച് റൂമിൽ ഇരുന്നതിന് തെളിവുണ്ട്, അവരവിടെ വെച്ച് വഴക്കൂടിയെന്നുള്ളതിന് തെളിവുണ്ട്, അവിടുത്തെ ബോയ് തെളിവുണ്ട്. അതുപോലെ തന്നെ അവർ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞതിൻ്റെ ബില്ല് അവിടെ കിട്ടുന്നുണ്ട്. ഈ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഈ പെൺകുട്ടി ഒരുപാട് ടെൻഷനായിരുന്നു എന്നുള്ളതിൻ്റെ മൊഴി അവിടെയുണ്ട്. ഈ കുട്ടീനെ ഡോക്ടർ പരിശോധിച്ചപ്പോൾ ആ ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് അടക്കം സിദ്ദിഖിനെതിരാണ്. അപ്പോൾ സിദ്ദിഖ് എന്തായാലും അഴി എണ്ണുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അത്രയും സംസാരിക്കുന്ന തെളിവുകളാണ് സിദ്ദിഖിനെതിരെ വന്നിരിക്കുന്നത്. അത് സിദ്ദിഖിന് ഒരുപാട് ദോഷം ചെയ്യും, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് മോഹൻലാലിൻ്റെ അമ്മ മരിച്ചിട്ടില്ല. അത് ദേശാഭിമാനിക്ക് പറ്റിയ ഒരു കയ്യബദ്ധമാണ്. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. ആ അമ്മ ഇനിയും ഒരു 50 കൊല്ലം 100 കൊല്ലം ജീവിച്ചിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.